നമസ്കാരം. രാവിലെ മീഡിയ വൺ ഓൺലൈനിലെ ഒരു വാർത്ത ചിലരെനിക്ക് അയച്ചു തന്ന് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. തൊട്ട് പിന്നാലെ മീഡിയ വൺ ചാനലിൽ ഇത് വലിയൊരു ബുള്ളറ്റിനായി സംപ്രേഷണം ചെയ്യുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത ഇങ്ങനെയാണ്: അതിഥിയായി ഷാജൻ സ്കറിയ, RSS പരിപാടി ബഹിഷ്കരിച്ച് BJP. തിരുവനന്തപുരം കൊച്ചിയിൽ നടക്കാനിരിക്കുന്ന RSS പരിപാടി ബഹിഷ്കരിച്ച് BJP. ലക്ഷ്യ 2024 എന്ന സോഷ്യൽ മീഡിയ കോൺഫ്ലുവൻസ് ആണ് ബഹിഷ്കരിച്ചത്. പരിപാടിയിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ പങ്കെടുക്കുന്നത് കൊണ്ടാണ് BJPയുടെ ബഹിഷ്കരണം. ഷാജൻ സ്കറിയ പാർട്ടിയെ പരിഹസിച്ച് പോസ്റ്റ് ഇടുന്ന ആളാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് BJP നിലപാട്. RSS പ്രചാർ വിഭാഗമായ വിശ്വസംവാദ കേന്ദ്രമാണ് പരിപാടി നടത്തുന്നത്. മീഡിയ വൺ സ്റ്റുഡിയോയിലെ വാർത്താവതാരക മറുനാടൻ ഷാജൻ BJPക്ക് വേണ്ടി അരയും കച്ചയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു സംഖ്യയാണല്ലോ. എന്നിട്ടും ഇതെങ്ങനെയാണ് സംഭവിച്ചത് ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയും അവരുടെ റിപ്പോർട്ടർ അതിന് വിശദമായ മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇന്ന് മീഡിയ വണ്ണിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു വാർത്തയായി അത് മാറുമെന്ന് തീർച്ചയാണ്. യൂട്യൂബിൽ അതിന് ഇതുവരെ ലഭിച്ച കാഴ്ചക്കാരുടെ കണക്ക് നോക്കിയാൽ അത് ഉറപ്പാകും. എന്തുകൊണ്ടാണ് മീഡിയ വൺ ഇങ്ങനെ കുത്തിത്തിരിപ്പ് നടത്തുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മീഡിയ വണ്ണിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് മറുനാടൻ. മീഡിയ വൺ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്നു പേരുള്ള ഈ രാജ്യത്തെ ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മാധ്യമമാണ്. അവർക്കെതിരെ, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, ഇവർ പരത്തുന്ന വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും മറുനാടനെ പൂട്ടിക്കെട്ടണമെന്ന് മീഡിയ വണ്ണിന് വലിയ ആഗ്രഹമാണ്. എനിക്കെതിരെ കേരള പോലീസ് കള്ളക്കേസെടുത്തപ്പോൾ, എന്നെ വേട്ടയാടാൻ പിണറായിയും കൂട്ടരും രംഗത്തിറങ്ങിയപ്പോൾ ആഘോഷമാക്കിയതും ചർച്ച നടത്തിയതുമൊക്കെ മീഡിയ വണ്ണാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടാനോ പരിതപിക്കാനോ പരിഹസിക്കാനോ ഒന്നും ഞാനില്ല. മീഡിയ വൺ വെറുതെ ശൂന്യതയിൽ നിന്ന് ഈ വാർത്ത സൃഷ്ടിച്ചതാണ് എന്ന് തറപ്പിച്ചു പറയാനും എനിക്ക് സാധ്യമല്ല. BJPക്കാരെല്ലാം എന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ BJPക്കാരനല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. എനിക്ക് BJP വിരോധമില്ല, RSS വിരോധമില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഫാഷനാണ് BJP സംഘപരിവാർ വിരോധം. അതെനിക്കില്ല. BJPയെ ഞാൻ CPMനെയും കോൺഗ്രസിനെയും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കരുതുന്നത്. BJPയേക്കാൾ സംഘപരിവാറിനേക്കാൾ അപകടകാരികളാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. അതേസമയം എനിക്ക് മോദിയോടും കേന്ദ്രഭരണത്തോടും നല്ല മതിപ്പുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോദി സ്തുതി നടത്തുന്നു എന്നിവർ പറയുന്നത്. ഈ നിലപാട് കൊണ്ടാണ് ഞാൻ സംഘിയാണ്, ഞാൻ BJPയുടെ ഫണ്ട് വാങ്ങുന്ന ആളാണ് എന്നൊക്കെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതേസമയം BJPക്കാർ ഇത് അംഗീകരിക്കുന്നില്ല. കാരണം അവരിൽ നിന്നും ഒരു പൈസ പോലും, ഒരു പരസ്യം പോലും വാങ്ങിയിട്ടില്ല ഞാനെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന വഴിയെ, അവർ വരയ്ക്കുന്ന വഴിയെ ഞാൻ പോവില്ലെന്നും അവർക്കറിയാം. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിലയിരുത്തുന്ന പോലെ BJPയും വിലയിരുത്തും. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് മറുനാടിനോട് വലിയ വിശ്വാസവും സ്നേഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം മറുനാടൻ്റെ ഫോളോവേഴ്സാണ്. അതിൻ്റെ ഒരു അസ്വസ്ഥത BJPക്കാർക്കുണ്ട്. കേരളത്തിലെ BJP, ദേശീയ BJP നേതൃത്വത്തിൻ്റെ കരുതലിനും പദ്ധതിക്കും അനുസരിച്ച് ഉയരുന്നില്ല എന്ന ആക്ഷേപം ഞാൻ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ രക്ഷപ്പെടണമെന്ന ആഗ്രഹം പോലും BJPക്കില്ല എന്നതാണെന്നുള്ള എൻ്റെ നിലപാടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP നേതൃത്വം ഒരു കാലത്തും എനിക്ക് അനുകൂലമായിരുന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ പണി തരാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നതിന്റെ പേരിൽ അവരിൽ ചിലർ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ടാവാം. എനിക്കറിയില്ല. കാരണം പരസ്യമായി അവരാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ സംഘാടകർ RSS ആണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. RSS ആണെന്ന് അറിഞ്ഞാൽ ഞാൻ പങ്കെടുക്കില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം RSSനോട് എനിക്കൊരു വിരോധവുമില്ല. സോഷ്യൽ മീഡിയ പരിചയത്തിലൂടെ സൗഹൃദങ്ങൾ ഒരുപാട് പേര് എനിക്കുണ്ട്. പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ചിലരോടൊക്കെ നമുക്ക് വളരെ സൗഹൃദം തോന്നും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ ഷംസീർ കുറ്റ്യാടിയും റസാഖ് ബാബു കൊണ്ടോട്ടിയും ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. അവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കൊരു അടുപ്പം തോന്നണം. അത്തരത്തിൽ എനിക്ക് അടുപ്പം തോന്നി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുള്ള മനോജ് അശോക് കുമാർ. മനോജ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ മറുപടി ധാരാളം പേർ അയക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം മനോജ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ലക്ഷ്യ 2024 എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നു, ഒരു സോഷ്യൽ മീഡിയ കോൺക്ലേവാണ്, പങ്കെടുക്കാൻ കഴിയുമോ എന്നോട് ചോദിച്ചു. അതിൽ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് പങ്കെടുക്കുന്നുണ്ടെന്നും നടൻ ജോയി മാത്യു അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എന്നുമാണ് എന്നോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഞാൻ പങ്കെടുക്കുന്ന സെഷന്റെ മോഡറേറ്റർ PR ശിവശങ്കറാണെന്ന് പറഞ്ഞു. BJPയുടെ പഴയ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം BJPയുടെ പദവി വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സന്ദീപ് വചസ്പതിയും സന്ദീപും എന്നോടൊപ്പം ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് BJPയോടും RSSനോടും താല്പര്യമുള്ള ഒരു പരിപാടി ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ അത് BJPയുടെ RSSന്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചുമില്ല. ഏതാണ്ട് 1000-ഓളം തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നും വൺ ഇന്ത്യ വൺ നേഷൻ എന്നതാണ് വിഷയമെന്നും എന്നെ അറിയിക്കുന്നു. മാത്രമല്ല, എനിക്കയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് നാഷണൽ മൈൻഡുള്ളവരുടെ പരിപാടി എന്നാണ്, ദേശീയ മനസ്സുള്ളവരുടെ. എനിക്ക് ദേശീയ മനസ്സുണ്ട്. എനിക്ക് ഭാരതം എന്ന് പറയുന്ന എൻ്റെ രാജ്യത്തെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. എൻ്റെ മതത്തെക്കാളും ജാതിയേക്കാളും
എൻ്റെ കുടുംബത്തെക്കാളുമൊക്കെ എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ രാജ്യമാണ്. കാരണം എൻ്റെ രാജ്യം ഇങ്ങനെ നിലനിന്നാൽ മാത്രമേ എൻ്റെ കുടുംബത്തിനും എൻ്റെ മതത്തിനും എൻ്റെ ജാതിക്കുമൊക്കെ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ കടുത്ത രാജ്യസ്നേഹിയാണ്. രാജ്യസ്നേഹത്തോടും ദേശീയതയോടും എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അത്തരം ഒരു ആശയം ഉയർത്തിപ്പിടിക്കുന്ന 1000-ഓളം ചെറുപ്പക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തേക്കാമെന്ന് ഞാൻ കരുതി. 11 മണിക്കാണ് സെഷൻ എന്നും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതവും കൊടുത്തു. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് പരിപാടി. രാവിലെ 11 മണിക്കാണ് ഞാൻ പങ്കെടുക്കുന്ന സെഷൻ പറഞ്ഞിരിക്കുന്നത്. ഭാസ്കരീയം കൺവെൻഷൻ സെന്റർ, എളമക്കര, കൊച്ചി. അവിടെയാണ് ഒരു പാനൽ ചർച്ചയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വചസ്പതി, ഷാജൻ സ്കറിയ, സന്ദീപ് പി എന്നിവരാണ് ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മോഡറേറ്റർ PR ശിവശങ്കറാണ്. ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പങ്കെടുക്കാമെന്ന് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ പങ്കെടുക്കുന്നുമുണ്ട്. ഞായറാഴ്ച ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത വന്നത്. ഞാൻ സംഘാടകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല, മീഡിയ വണ്ണിൻ്റെ കുത്തിത്തിരിപ്പായിരിക്കാമെന്ന്. ഇനി മീഡിയ വണ്ണിൻ്റെ കുത്തിത്തിരിപ്പാണെങ്കിലും അല്ലെങ്കിലും ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഞാൻ ഒരിക്കലും BJP-കാരനാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ BJP-കാരനല്ലതാനും. അതിനർത്ഥം ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നോ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ അല്ല. എനിക്ക് ഒരു പാർട്ടിയോടും എതിർപ്പില്ല. ദേശീയതയോട് എനിക്ക് ഇഷ്ടമുണ്ട്, മോദിയോട് എനിക്ക് ഇഷ്ടമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പിണറായിയോടും പിണറായിസത്തോടും വെറുപ്പാണ്. കോൺഗ്രസിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. കോൺഗ്രസ് കുട്ടിച്ചോറാക്കിയത് കൊണ്ടാണ് മോദി അധികാരത്തിൽ വന്നത് എന്ന സത്യം അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊരു നിഷ്പക്ഷ നിലപാടുള്ള ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ നിഷ്പക്ഷനല്ല. ഞാൻ സംഘപരിവാറിൽ നിന്ന് പണം വാങ്ങി സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്ന ആളാണ് എന്ന് പ്രചരിപ്പിക്കാൻ മുമ്പിൽ നിൽക്കുന്നത് മീഡിയ വണ്ണും മാധ്യമവുമാണ്. അവർ തന്നെ എനിക്കെതിരെ BJP രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. എൻ്റെ നിഷ്പക്ഷതയെ മീഡിയ വണ്ണും അംഗീകരിക്കുന്നു എന്നതിൽ ഞാൻ എങ്ങനെ ആഹ്ലാദിക്കാതിരിക്കും. ഇനി ഞാൻ BJP-യോടും RSS-നോടും ഒക്കെ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെനിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരുമല്ലോ. അതുകൊണ്ട് മീഡിയ വണ്ണും മാധ്യമവും ദയവായി ഈ വാർത്ത നിങ്ങൾക്ക് നൽകിയവരോട് ഞാൻ BJP-യിൽ നിന്നോ RSS-ൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോ പ്രചരണം നടത്താനോ എതിർവാർത്തകൾ കൊടുക്കാതിരിക്കാനോ ഒക്കെ വാങ്ങിയ ഫണ്ടിന്റെ വിശദാംശങ്ങൾ കൂടി ശേഖരിച്ച് പുറത്തുവിട്ട് എന്നെ നാറി നശിപ്പിച്ച് ഇല്ലാതാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.